വെൽക്കം ടു ഫ്ലേവേഴ്സ് ഓഫ് ഹിൽ. ഞാനിപ്പോൾ നിൽക്കുന്നത് രാമക്കൽ മേടിലൊന്നുമല്ല. ഈ കാറ്റ് കണ്ടിട്ട് എന്താ തോന്നുന്നത്? എന്നെ പറത്തിക്കൊണ്ട് പോകുന്ന കാറ്റാണ്. കാറ്റിലിങ്ങനെ ഉലയുന്ന നെൽക്കതിരുകൾ. എത്ര മനോഹരമായ കാഴ്ചയാണല്ലേ ഈ പച്ചപ്പ്. ചുറ്റോട് ചുറ്റും നോക്കൂ, ഇത് പച്ചപ്പ്, എന്തൊരു പച്ചപ്പാണ്. പക്ഷേ ഈ കാണുന്ന ഈ പച്ച കാഴ്ചകൾ അല്ലെങ്കിൽ ഈ പച്ചപ്പൊന്നും നമ്മുടെ കേരളത്തിൻ്റെ സ്വന്തമല്ല. ഞാൻ കേരളത്തിലുമല്ല നിൽക്കുന്നത്. പക്ഷേ സാധാരണയായിട്ട് നമ്മളിങ്ങനെ ഗ്രീനറി കാണുമ്പോൾ കേരളത്തിനെയാണ് ഓർമ്മിക്കുന്നത് അല്ലേ? പക്ഷേ ഇത് തമിഴ്നാടാണ്. തമിഴ്നാടെന്ന് പറയുമ്പോൾ കന്യാകുമാരി ജില്ലയിലാണ് ഞാൻ നിൽക്കുന്നത്. ഈ മനോഹരമായ ദൃശ്യങ്ങളെല്ലാം കന്യാകുമാരിയിലേക്കുള്ള വഴിമധ്യേ കാണുന്ന കാഴ്ചകളാണ്. നമ്മുടെ യാത്ര തുടങ്ങുകയാണ് ഈ മനോഹരമായ കാഴ്ചകൾ കണ്ടുകൊണ്ട്. ഇന്നത്തെ ഡെസ്റ്റിനേഷൻ പോയിന്റ് എവിടെയാണെന്ന് അറിയണ്ടേ? നാഗർകോവിലിൽ നിന്നും ഏതാണ്ട് 18 കിലോമീറ്റർ സഞ്ചരിക്കണം. കന്യാകുമാരി ജില്ലയിൽ ഏതാണ്ട് നാഗർകോവിലിൽ നിന്നും ഈസ്റ്റ് ഭാഗത്തേക്ക്, ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ കിഴക്ക് ഭാഗത്തേക്ക് 18 കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമ്മൾ എത്തുന്നൊരു സ്ഥലമാണ് വട്ടക്കോട്ടൈ. കന്യാകുമാരിക്ക് വളരെ അടുത്തുള്ളൊരു സ്ഥലമാണ്. വട്ടക്കോട്ടയിലേക്കാണ് ഞാൻ ഇന്ന് പോകുന്നത്. അപ്പോൾ വട്ടക്കോട്ടയുടെ വിശേഷങ്ങളൊക്കെ അറിയണ്ടേ? വട്ടക്കോട്ട എന്ന് പറഞ്ഞാൽ ഒരു മനോഹരമായൊരു കോട്ടയാണ്. അതിന് ചുറ്റും കടലുണ്ട്. അങ്ങനെ വ്യത്യസ്തമായ കാഴ്ചകൾ. പോകുന്ന വഴിയിലെ വഴിക്കാഴ്ചകൾ കണ്ടില്ലേ? നോക്കത്താ ദൂരത്തിങ്ങനെ കിടക്കുന്ന വയലുകൾ, നെൽപ്പാടങ്ങളാണ്. ബ്യൂട്ടിഫുള്ളാണ്. ഇപ്പോൾ ശരിക്കും ഇങ്ങനെ നന്നായിട്ട് നെല്ലെല്ലാം ഇങ്ങനെ കതിര് വന്നിങ്ങനെ കാഴ്ച കിടക്കുന്ന ഒരു കാഴ്ചയാണ്. നെൽക്കതിരുകൾ ഇങ്ങനെ കാട്ടത്തിങ്ങനെ ആടുന്ന നോക്കൂ. എന്തൊരു ഭംഗി ഇത്. ഇവിടെ നിന്നെല്ലാം ഈ നെല്ലെല്ലാം വരിയായി നമ്മുടെ നാട്ടിലേക്ക് തന്നെയാണ് വരുന്നത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് തെങ്ങുകൾ കാണാം. ധാരാളമായിട്ട് തെങ്ങുകളുണ്ട്. പിന്നെ നല്ല സ്കൈ. ഇപ്പോൾ മഴ മാറി നിൽക്കുന്ന ഒരു സമയമാണ്. ഞാൻ അറിയാതെ റോഡിൽ നിന്ന് ഇറങ്ങി കാഴ്ചകൾ കാണാനായിട്ട് ഇങ്ങോട്ട് വന്നതാണ്. നല്ല മനോഹരമായ റോഡുകളുമുണ്ട്. തമിഴ്നാട്ടിലൂടെ സഞ്ചരിക്കുമ്പോൾ നല്ല വൃത്തിയുള്ള നല്ല റോഡ്സാണ്. അപ്പോൾ ആ റോഡിലൂടെ തന്നെ നമ്മൾ സഞ്ചരിക്കാൻ പോവുകയാണ്. അങ്ങനെ സഞ്ചരിച്ച് നമ്മളിപ്പോൾ വട്ടക്കോട്ടയുടെ മുന്നിലെത്തി നിൽക്കണം. കന്യാകുമാരി ജില്ലയിലെ വട്ടക്കോട്ടൈ. വട്ടക്കോട്ടൈ എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടല്ലോ, ഇത് റൗണ്ട് ഷേപ്പിലെ, വട്ടം എന്ന് പറഞ്ഞാൽ സർക്കിൾ, റൗണ്ട് ഷേപ്പിലെ ഒരു കോട്ടയാണ്. അപ്പോൾ കന്യാകുമാരി ജില്ലയിലെ പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ പോയിൻ്റാണ് ഈ വട്ടക്കോട്ടൈ. അതിപുരാതനമാണ് ഈ കോട്ട. അതിൻ്റെ പല സ്റ്റേജസിലൂടെ കടന്നുപോയ കോട്ടയാണ്. ഈ കോട്ടയുടെ ആരംഭകാലത്ത് ഇതൊരു ബ്രിക്ക്, അതായത് ചുടുകട്ട കൊണ്ടുള്ളൊരു കോട്ടയായിരുന്നു എന്ന് പറയുന്നു. പിന്നീട് പിൽക്കാലത്ത് അത് ഗ്രാനൈറ്റ്, കരിങ്കല്ല് കൊണ്ടുള്ള കോട്ടയായി മാറി. അങ്ങനെ കുറേ കാര്യം. പിന്നെ ഈ എൻട്രൻസ് അങ്ങോട്ട് കയറുമ്പോൾ തന്നെ നമുക്ക് 2 ആനകളുടെയും ശംഖിൻ്റെയൊക്കെ ഒരു ചിഹ്നം കാണാൻ സാധിക്കും. അത് തിരുവിതാംകൂർ മഹാരാജാക്കന്മാരുടെ ചിഹ്നമാണ്. അപ്പോൾ വേണാട് രാജാക്കന്മാർ, വേണാട് റൂളേഴ്സ്, ട്രാവൻകൂറിലെ വേണാട് രാജാക്കന്മാരുടെ കാലത്ത് ഈ കോട്ട 18th സെഞ്ച്വറി, 18ാം നൂറ്റാണ്ടിൽ പുതുക്കി പണിതിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതിനുശേഷമാണ് ഈ എംബ്ലം വരുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, തമിഴ്നാട്ടിൽ കന്യാകുമാരി ജില്ലയിൽ ഇങ്ങനെ തിരുവിതാംകൂറിൻ്റെ ചിഹ്നമുള്ളൊരു കോട്ട. അപ്പോൾ അതിൻ്റെ പ്രാധാന്യം മനസ്സിലായി. അപ്പോൾ നമ്മൾ കേരളത്തിൽ നിന്നും നമ്മുടെ ചിഹ്നം തേടി വന്നതുപോലെ ഉണ്ടല്ലേ തിരുവിതാംകൂറിൻ്റെ. പക്ഷേ ഇതൊരു ഹിസ്റ്റോറിക്കൽ മോണ്യുമെൻ്റ് ആയിട്ട് തന്നെ നമുക്ക് പറയാം. ഇത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിൽ സുരക്ഷിതമായി വെച്ചിരിക്കുന്ന സംരക്ഷിതമായ ഒരു സ്മാരകവും കൂടിയാണ്. അപ്പോൾ നമുക്ക് കോട്ടയുടെ വിശേഷങ്ങൾ ഉള്ളിൽ ചെന്നിട്ട് കാണാം. അങ്ങനെ നമ്മൾ കോട്ടയ്ക്കുള്ളിലേക്ക് കടന്നിരിക്കുകയാണ്. വട്ടക്കോട്ടൈ. സാധാരണയായിട്ട് നമ്മൾ കാണുന്ന കോട്ടകളിൽ നിന്നും ഒരല്പം വ്യത്യാസം തോന്നുന്നുണ്ട്. കാര്യം ഇത് കുറച്ചുകൂടി ഒരു ഹൈറ്റിൻ്റെ കാര്യത്തിൽ കുറച്ചുകൂടി പൊക്കം കുറഞ്ഞൊരു കോട്ടയായിട്ട് തോന്നുന്നു. കോട്ട എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതൊരു ഫോർട്ടിഫിക്കേഷനാണ്. ഫോർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചുറ്റിക്കെട്ടിയിരിക്കുന്ന ഇങ്ങനെ ഒരു വലിയ മതിലിങ്ങനെ ചുറ്റുമതിൽ പോലെയാണ് കോട്ടകൾ.
അപ്പോൾ അത് പല ഹൈറ്റിൽ പല സൈസിലൊക്കെ ഉണ്ടാവും. സാധാരണയായിട്ട് കരിങ്കല്ല് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. ഇത് ഡച്ച് കാലഘട്ടത്തിൽ, ഇത് അതിലും പഴക്കമുള്ളൊരു ചരിത്രം പറയുന്നുണ്ട്. 12th സെഞ്ച്വറിയിലെ പാണ്ഡ്യ രാജാക്കന്മാരുടെ കാലത്താണ് ഈ കോട്ട പണിതതെന്നും പറയുന്നുണ്ട്. ഏതായാലും ആ സമയത്ത് അതൊരു ബ്രിക്ക് എന്ന് പറയുമ്പോൾ ചുടുകട്ട കൊണ്ടുള്ളൊരു കോട്ടയായിരുന്നു. പിൽക്കാലത്ത് ഡച്ച് പീരീഡ് നമ്മുടെ നാട്ടിലേക്ക് ഒരുപാട് വിദേശികൾ, ഡച്ച്, ഫ്രഞ്ച്, പോർച്ചുഗീസ്, ഇംഗ്ലീഷുകാർ, ഇതെല്ലാവരും കച്ചവട ആവശ്യങ്ങൾക്കായി കടന്നു വന്നിട്ടുണ്ട്. അപ്പോൾ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കാലഘട്ടം, ഡച്ച് പീരീഡ്, ആ കാലഘട്ടത്തിൽ ഡച്ച് ആർമി ചീഫ്, ഒരു ഡിലിനോയ് എന്ന് പറയുന്ന ആർമി ചീഫ്, അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ് ഈ കോട്ട കുറച്ചുകൂടി എന്താ പറയുക ഗ്രാനൈറ്റ് കൊണ്ട്, കരിങ്കല്ല് കൊണ്ട് കുറച്ചുകൂടി ശക്തമാക്കിയതെന്ന് പറയുന്നു. അപ്പോൾ ഈ കോട്ടയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ തൊട്ടടുത്താണ് കന്യാകുമാരി. അപ്പോൾ കന്യാകുമാരിയിലെ കന്യാകുമാരി ഹാർബർ എന്ന് പറഞ്ഞാൽ കുമാരി ഹാർബർ, അതൊരു പേൾ ഹാർബർ ആയിരുന്നു എന്നാണ് പറയുന്നത്. പേൾ ഹാർബർ എന്ന് പറയുമ്പോൾ പവിഴത്തിൻ്റെ ഹാർബർ, തുറമുഖം. ആ തുറമുഖം സംരക്ഷിക്കാനായിട്ട് അതിന് വേണ്ടിയിട്ട് ആർമി ആൾക്കാരെ, സംരക്ഷണത്തിന് ആവശ്യമായ ഡിഫൻസ് പേഴ്സണൽസിനെ താമസിപ്പിച്ചിരുന്ന, അല്ലെങ്കിൽ അവരുടെ ഒരു കേന്ദ്രമായിരുന്നു ഈ കോട്ട എന്ന് പറയുന്നത്. അതായത് ആർമിക്ക് ഈ ഡിഫൻസിന് വേണ്ടിയിട്ട് ആവശ്യമുള്ള പീരങ്കികൾ, വെടിക്കോപ്പുകൾ, അങ്ങനത്തെ കാര്യങ്ങൾ അതെല്ലാം സൂക്ഷിക്കുന്ന സ്ഥലം അവരെല്ലാവരും ഇവിടെയാണ് തമ്പടിച്ചിരുന്നത് അതിന് വേണ്ടിയിട്ട്. അപ്പം കന്യാകുമാരിയിലെ പേൾ ഹാർബർ സംരക്ഷിക്കാനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളൊരു കോട്ടയായിരുന്നു ഈ വട്ടക്കോട്ടയെന്ന് പറയപ്പെടുന്നു. അങ്ങനെ ഒരു ചരിത്രം. ഈ വട്ടക്കോട്ടയുടെ നടുക്കായിട്ട് കറക്റ്റ് പറഞ്ഞാൽ സെൻറ്റർ പോർഷനിലൊരു ടാങ്ക് ഉണ്ട്, വാട്ടർ ടാങ്ക്. ഇപ്പോൾ കുറച്ച് വെള്ളം കുറഞ്ഞ് കിടക്കുകയാണ്. പക്ഷേ ഇതൊരു എന്താ പറയുക ഉറവ വറ്റാത്ത ഒരു കുളമായിരുന്നു എന്നാണ് പറയുന്നത്. ഇപ്പോഴും വറ്റിയിട്ടില്ല, കുറച്ച് ബാക്കിയുണ്ട്. അപ്പോൾ ഒരു പെർനിയൽ സോഴ്സ് ഓഫ് വാട്ടറാണ്. അതായത് ഇവിടെ താമസിച്ചിരുന്ന, അല്ലെങ്കിൽ ഇവിടെ തമ്പടിച്ചിരുന്ന ഡിഫൻസ് ആൾക്കാർക്ക്, പട്ടാളക്കാരാണല്ലോ ഇവിടെ താമസിച്ചിരുന്നത്, അവരുടെ ആവശ്യത്തിനായിട്ടുള്ള വെള്ളം ഈ ടാങ്കിൽ നിന്നാണ് അവർ കൊടുത്തിരുന്നത് ഉപയോഗത്തിനായിട്ട്. അപ്പം കോട്ടയുടെ നടുക്കൊരു കുളം. അങ്ങനെയുള്ള കോട്ടകൾ കുറവല്ലേ നമ്മൾ കണ്ടിരിക്കുന്നത്. നമ്മൾ ധാരാളം കോട്ടകൾ കണ്ടിട്ടുണ്ട്. ഇന്ത്യയുടെ ഒരു സൈഡ് മുതൽ മറു സൈഡ് വരെ നമ്മളൊരു സൗത്ത് ടു നോർത്ത് യാത്ര ചെയ്ത കൂട്ടത്തിൽ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു മഹാരാഷ്ട്ര കൊങ്കൺ ഏരിയയിലൂടെ പോയപ്പോഴാണ് ഏറ്റവും കൂടുതൽ യാത്ര ചെയ്തപ്പോഴാണ് ഏറ്റവും കൂടുതൽ കോട്ടകളുണ്ട്. എന്നാലും കേരളത്തിലും നമ്മൾ കുറച്ച് കോട്ടകളെല്ലാം കണ്ടിട്ടില്ല. അപ്പോൾ അതുപോലെ നമുക്കിങ്ങനെ പറയാം. ഇപ്പോൾ ബേക്കൽ കോട്ട കണ്ടിട്ടുണ്ട്, കാസർഗോഡ് പോയിട്ട്. അതൊക്കെ എത്ര മാസീവാണ്, നമുക്ക് വലിയ കോട്ടയാണ്. ഇത് അത്രയൊന്നുമില്ല, വളരെ ചെറുതാണ്. എന്നാൽ പോലും ഒരു ഹിസ്റ്റോറിക്കൽ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ, ചരിത്രം പരിശോധിക്കുമ്പോൾ ഈ കോട്ടയ്ക്കും ഒരു പ്രാധാന്യമുണ്ട്. അപ്പോൾ ഇങ്ങനെ നടുക്ക് കുളമുള്ളൊരു കോട്ട ഈ വട്ടക്കോട്ട. ഈ കോട്ടയ്ക്കുള്ളിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ ഭയങ്കരമായ കാറ്റാണ്. ഇത് കടൽക്കാറ്റാണ്. കാര്യം കോട്ടയുടെ തൊട്ട് വെളിയിൽ കടലാണ്. അപ്പോൾ നമുക്ക് കടൽ കാഴ്ചകൾ കാണാം. അതിന് മുന്നേ ഈ കോട്ടയുടെ ഉള്ളിലെ കാഴ്ചകൾ ഇങ്ങനെ കണ്ട് ഞാൻ ആസ്വദിക്കുകയാണ്. നോക്കൂ, ഈ ഭാഗത്ത് ഇതിനകത്ത് 3 ഷെഡുകൾ മാതിരിയുണ്ട്. ഈ നമ്മൾ പറയില്ലേ കൽമണ്ഡപങ്ങളാണ്. ഇതെല്ലാം കരിങ്കല്ലിൽ തീർത്ത മണ്ഡപങ്ങൾ. ഇപ്പോൾ അവിടെ വന്നിരിക്കുന്ന ടൂറിസ്റ്റുകളൊക്കെ റെസ്റ്റ് എടുക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് ഒരു 4 കൽമണ്ഡപങ്ങളാണ് ഉള്ളത്. ഇത് പണ്ട് കാലത്തെ ഉണ്ടായിരുന്നു. അതിൽ ഒരെണ്ണം ഒരു റെസ്റ്റ് ഹൗസ് എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ റെസ്റ്റിംഗ് പ്ലേസ്. പിന്നെ ഒരു അമ്യൂണിഷൻസ് ഒക്കെ വയ്ക്കാൻ, അതായത് ഈ വെടിമരുന്നുകളും മറ്റു കാര്യങ്ങളും വെപ്പൺസൊക്കെ സൂക്ഷിക്കാനായിട്ടൊരു റൂം. പിന്നെ ഒരു വെയിറ്റിംഗ് പ്ലേസ്. ഇങ്ങനെ ഓരോ പർപ്പസാണ്. റെസ്റ്റിംഗ് പ്ലേസ് ഈ പട്ടാളക്കാർക്കൊക്കെ ഇരിക്കാനും റെസ്റ്റ് ചെയ്യാനും. അതിന് വേണ്ടിയിട്ടാണ് ഈ കൽമണ്ഡപങ്ങൾ അല്ലെങ്കിൽ ഷെഡുകൾ ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ അങ്ങനെ 2, 3, ഇപ്പോൾ 4 ഷെഡുണ്ട്. ഇപ്പോൾ തന്നെ ഇവിടെ 3 എണ്ണം ഇങ്ങനെ കാണാം, ചുറ്റോട് ചുറ്റും, നടുക്ക് കുളം. അപ്പോൾ നല്ല രസകരമായ ഒരു അന്തരീക്ഷമായിരുന്നിരിക്കാം. ഇപ്പോൾ ഇവിടെ എല്ലാം നല്ല ലോണൊക്കെ വെച്ചിട്ട് വേപ്പിൻ്റെ മരമാണ് കൂടുതലുള്ളത്. അതുകൊണ്ട് തന്നെ നല്ല എന്താ പറയുക, ഈ വേപ്പിലയുടെ അടിയിൽ നിൽക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അതിന് അടുത്തുകൂടി പോകുമ്പോൾ കാറ്റടിച്ച് കഴിഞ്ഞാൽ നല്ല ഔഷധ ഗുണമുള്ള, ശ്വസിക്കാൻ പറ്റുന്ന നല്ല വായുവാണ് നമുക്ക് കിട്ടുന്നത്. ഭയങ്കര മെഡിസിനൽ പ്രോപ്പർട്ടിയുള്ള കാര്യമാണ് വേപ്പ്, നീം ട്രീസ്. അപ്പോൾ ഇവിടെ എല്ലാം നീം ട്രീസാണ്. അപ്പോൾ തന്നെ നല്ല കാറ്റാണ്. നീം ട്രീസ് ഉള്ള സ്ഥലത്തൊക്കെ നല്ല കാറ്റുണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് നല്ല നല്ല കാര്യങ്ങൾ. അപ്പോൾ ഇത് ടോട്ടലി നോക്കുകയാണെങ്കിൽ
മനോഹരമായൊരു കോട്ടയാണ്. നമ്മൾ ഒരു കൽമണ്ഡപത്തിലേക്ക് കയറി നോക്കാം. ശരിക്കും നമുക്കൊരാൾക്ക് നടന്നു പോകാൻ പറ്റുന്ന രീതി. ഇത് അവരുടെ റെസ്റ്റ് പ്ലേസ് ആയിരുന്നു പണ്ട്. കണ്ടില്ലേ, ഇതിൻ്റെ ഇങ്ങനെയുള്ള കൽമണ്ഡപങ്ങളുടെ മുകളിലത്തെ റൂഫിലാണ് മത്സ്യത്തിൻ്റെ ചിഹ്നം കാണുന്നത്. ഈ ചിഹ്നമാണ് പാണ്ഡ്യ രാജകുടുംബത്തിൻ്റെ ചിഹ്നമായിട്ട് വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനൊരു ഇതും പറയുന്നുണ്ട്. അതായത് ഇത് പാണ്ഡ്യ റൂളേഴ്സിൻ്റെ പീരീഡിലായിരിക്കണം ഈ കോട്ടയുടെ തുടക്കം. 12th സെഞ്ച്വറി. ഫിഷിൻ്റെ മീനിൻ്റെ ചിഹ്നം. അപ്പോൾ ഇങ്ങനെ കുറേ ഷെഡ്സ്, ഇതെല്ലാം കൽമണ്ഡപം. ഇങ്ങനെ 4 കൽമണ്ഡപങ്ങളാണ് ഈ കോട്ടയ്ക്കുള്ളിൽ ഉള്ളത്. അപ്പോൾ ഇതൊക്കെ ഈ സോൾജേഴ്സിന്, ഇതിനകത്ത് തമ്പടിച്ചിരുന്ന കണ്ടോൺമെൻറ്റിലെ പടയാളികൾക്ക്, കോട്ടയ്ക്കകത്ത് പിന്നെ കന്യാകുമാരിയിലെ പേൾ ഹാർബർ സൂക്ഷിക്കാനായിട്ട് ഉണ്ടായിരുന്ന ബറ്റാലിയനാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അവർക്കിടയ്ക്ക് റെസ്റ്റ് എടുക്കണം എന്നുണ്ടെങ്കിൽ, പിന്നെ സാധനങ്ങൾ സൂക്ഷിക്കുന്നതിന് വാച്ച് ടവർ പോലെ, അല്ലെങ്കിൽ വാച്ച് പ്ലേസ്, അല്ലെങ്കിൽ വാച്ചിങ് ഷെഡ്, ഇങ്ങനെ കാവൽക്കാരായിട്ട് നിൽക്കുന്ന പട്ടാളക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഷെഡ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ. കണ്ടില്ലേ, ഇതെല്ലാം പഴയ കൺസ്ട്രക്ഷനാണ്. നോക്കൂ, ഇതെല്ലാം ഇപ്പോൾ ഇവിടെ ടൂറിസ്റ്റുകൾ വന്നാൽ അവരെല്ലാം പിക്നിക്ക് പോലെ ഭക്ഷണമായിട്ട് ആൾക്കാർ വരുന്നുണ്ട് ഇവിടെ. ഇങ്ങനെ ചില പോയിൻറ്റ്സിൽ ഇരുന്നിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. അപ്പോൾ നമ്മുടെയൊക്കെ റെസ്റ്റിംഗ് പ്ലേസായി മാറിയിരിക്കുകയാണ് ഈ പഴയ കൽമണ്ഡപങ്ങൾ. ഇനി നമുക്ക് കോട്ടയുടെ ഒരു റാമ്പ് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. റാമ്പ് എന്ന് പറഞ്ഞാൽ പടിക്കെട്ടുകൾ, അതിനോട് ചേർന്ന് പടി ഇല്ലാണ്ട് തന്നെ നമുക്കിങ്ങനെ ഇപ്പോൾ ആനയ്ക്കൊക്കെ നടന്നു കയറാൻ പറ്റുന്ന രീതിയിലുള്ള റാംപ്സ്. അപ്പോൾ ഈ വലിയ പിന്നെ പീരങ്കികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനും, പ്ലേസ് അങ്ങോട്ട് മാറ്റുക ഇങ്ങോട്ട് മാറ്റുക, ഇങ്ങനത്തെ കാര്യങ്ങൾക്കെല്ലാം ഈ റാമ്പ് ഉപയോഗിച്ചിരുന്നു എന്നാണ് പറയുന്നത്. ഈ പടിക്കെട്ടുകളും റാമ്പും. നമുക്ക് എന്തായാലും ആ ഭാഗത്തേക്ക് പോകാം. അവിടെ നിന്ന് നോക്കിയാൽ കടലിൻ്റെ മനോഹരമായ ദൃശ്യങ്ങളും കാണാം. കടൽ തീരത്താണ് ഈ കോട്ട സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കോട്ടയുടെ അടുത്ത സ്റ്റേജിൽ കയറിയിരിക്കുകയാണ്. നമ്മളിപ്പോൾ താഴ്ഭാഗത്തെല്ലാം കണ്ടു, കുളം കണ്ടു, പിന്നെന്താ ലോൺ പാത്ത്, ഷെഡ്സ്, മറ്റേ കൽമണ്ഡപങ്ങൾ. അവിടെ നിന്ന് പടി കയറി മുകളിലത്തെ ഒരു ഫസ്റ്റ് ഫ്ലോർ എന്നൊക്കെ വേണമെങ്കിലും പറയാം, അല്ലെങ്കിൽ ഒരു ഫ്ലൈറ്റ് ഓഫ് സ്റ്റെപ്സ് കയറിയിട്ട് മേളത്തെ നിലയിൽ എത്തിയിരിക്കുകയാണ്. ഇത് ഭയങ്കര മനോഹരമായ കാഴ്ചയാണ്. ഇവിടെ നിന്നും നമ്മൾ കോട്ടയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇനി കാണാൻ പോകുന്നത്. എന്തൊരു മനോഹരമായ കാഴ്ചയെന്ന് നോക്കൂ. ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാൽ ഇതാണ്. കോട്ടയ്ക്കുള്ളിലൂടെ നമ്മൾ ആ കോട്ടയുടെ മുകൾ ഭാഗത്തേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ ചുറ്റോട് ചുറ്റും കടൽ, നീലക്കടൽ, നീലാകാശവും നീലക്കടലും. അപ്പോൾ ഈ കോട്ടയുടെ ഭംഗി ഇപ്പോൾ മനസ്സിലായല്ലോ എന്താണെന്ന്. വെറും ഒരു കോട്ടയല്ല ഇത് കടലിനോട് ചേർന്ന് കിടക്കുന്ന അതിമനോഹരമായൊരു കോട്ട. ഇതിൻ്റെ ബോർഡർ എന്ന് പറഞ്ഞാൽ ബ്യൂട്ടിഫുൾ ബ്ലൂ. അതിശക്തമായ കടൽക്കാറ്റാണ്. കാര്യം മനസ്സിലായല്ലോ, നമ്മൾ കടലിനോട് ചേർന്നാണ് ഈ ഫോർട്ട് അല്ലെങ്കിൽ ഈ വട്ടക്കോട്ട സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ വലിയ തിക്കും തിരക്കും ഒന്നും അനുഭവപ്പെടുന്നില്ല. ഇത് പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ പോയിൻ്റ് ആണെങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ച് ബെറ്ററാണ്. ഒരുപാട് ഇച്ചിരി പ്രൈവസി തോന്നുന്നുണ്ട്. ഒരുപാട് ആളും ബഹളമില്ല, പക്ഷേ നമുക്ക് ശാന്തസുന്ദരമായൊരു സ്ഥലമായിട്ട് തോന്നും. മനോഹരമായ ദൃശ്യങ്ങൾ, അതിശക്തമായ കാറ്റ്. അപ്പോൾ എത്ര വെയിലത്ത് വന്ന് നിന്നാലും ഈ കാറ്റ് നമ്മളെ പറത്തിക്കൊണ്ട് പോകുന്നൊരു അവസ്ഥ. ഞാൻ പറയുന്നതൊക്കെ അത്രത്തോളം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട് കാറ്റിൻ്റെ ഒരു ശക്തി കൊണ്ട്. ഞാൻ ഇങ്ങനെ എന്താ പറയുക, ഷോളൊക്കെ ഇങ്ങനെ പൊത്തി പിടിച്ച് നിൽക്കുകയാണ്. കാര്യം എൻ്റെ ഷോളിപ്പോൾ അല്ലെങ്കിൽ കടലിലേക്ക് പറന്നു പോകും. അതാണ് അവസ്ഥ. ഈ ഒരു കോട്ടയുടെ ചില കാര്യങ്ങൾ പറയാനാണെങ്കിൽ, ഇത് 18th സെഞ്ച്വറിയിൽ ഡച്ചുകാരുടെ കയ്യിൽ നിന്നും ആ കാലഘട്ടം കഴിഞ്ഞിട്ട് പിന്നെ 18th സെഞ്ച്വറിയിൽ തിരുവിതാംകൂർ മഹാരാജാവ്
രാജാക്കന്മാരാണിത് പുനർനിർമ്മാണം ചെയ്ത് ഇത്രയും മനോഹരമാക്കിയത് 18th സെഞ്ച്വറിയിലാണ്. അത് കഴിഞ്ഞിട്ട് ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ ഇനി കുറച്ച് ഡാമേജസ് ഒക്കെ ഉണ്ടായി. പക്ഷേ അതിനെയെല്ലാം തന്നെ വീണ്ടും ഒന്നുകൂടിയൊക്കെ പുതുക്കി പണിതിട്ടാണ് ഇപ്പോൾ ഈ കാണുന്ന ഈ ഒരു കോട്ട ഇങ്ങനെ തന്നെ റിറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ ആർക്കിയോളജിക്കൽ സർവേയുടെ കീഴിലാണ്. ഒരു കാര്യം വ്യക്തമല്ലേ, ചുറ്റോട് ചുറ്റും കടലാവുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ കടൽ മാർഗമാണ് വിദേശ ശക്തികളും ആൾക്കാരും, ഇപ്പോൾ പൈററ്റ്സ് ആണെങ്കിലും പുറത്തു നിന്നുള്ള ആക്രമണമാണെങ്കിലും എന്താണെങ്കിലും അത് കടൽ മാർഗമാണ് വരുന്നത്. അപ്പോൾ ഡച്ച് കാലഘട്ടത്തിലാണെങ്കിലും അവർക്ക് അവരുടെ ഇപ്പോൾ ഹാർബർ അല്ലെങ്കിൽ തുറമുഖങ്ങൾ സംരക്ഷിക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു കോട്ടയുടെ ആവശ്യമുണ്ട്. അപ്പോൾ ഗോവയിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെയും കുറേ ഫോർട്ടുകൾ കാണാൻ സാധിക്കും. ഗോവൻ ഏരിയയിലെല്ലാം അവിടെയും ഈ കാലഘട്ടത്തിലെല്ലാം ഇതുപോലെ ഡച്ച് ഫ്രഞ്ച് കാലഘട്ടത്തിലൊക്കെ ഉണ്ടാക്കിയ കോട്ടകളൊക്കെയാണ്. അപ്പോൾ കടൽ മാർഗം വരുന്ന ശത്രുക്കളെ തിരിച്ചറിയാൻ കടൽ തീരത്ത് തന്നെ കോട്ട ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇത് ശരിക്കും ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് പട്ടാളക്കാരെ അല്ലെങ്കിൽ ആർമി ആൾക്കാരെ താമസിപ്പിച്ചിരുന്നൊരു കോട്ട തന്നെയാണ്. അപ്പോൾ എന്ത് രസമായിരിക്കുമല്ലോ അവർക്ക് ആ കംപ്ലീറ്റ് ആർമി പേഴ്സണൽസ് എല്ലാം ഇവിടെ തമ്പടിക്കുകയും അവരിതെല്ലാം കാഴ്ചകളെല്ലാം കണ്ട് എപ്പോഴും കടലിലേക്ക് നോക്കി മനോഹരമായ ഈ ദൃശ്യഭംഗി ആസ്വദിച്ചായിരിക്കുമല്ലോ ഇവിടെ താമസിക്കുന്നത്. അങ്ങനെ ഞാൻ വട്ടക്കോട്ടയുടെ ഉള്ളിലൂടെ ഇങ്ങനെ നടന്ന് കോട്ടയുടെ ഒരു അറ്റത്ത് വന്നിരിക്കുവാണ്. ഇനി ഇതിൻ്റെ അപ്പുറത്തേക്ക് പോകാനൊന്നുമില്ല, കാര്യം ഇതിനപ്പുറത്തേക്ക് നോക്കിയാൽ കടലാണ്. ഞാനിപ്പോൾ കടലിൻ്റെ ഒരു അതിർത്തിയിൽ വന്ന് നിൽക്കുകയാണ്, കോട്ടയുടെ എൻഡ് പോർഷൻ. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണുന്ന ഈ മനോഹരമായ ദൃശ്യം നോക്കും, കടലാണ്. കടൽ ഇങ്ങനെ ആർത്തൊലിഞ്ഞു പോകുന്ന കടൽ. ഇതിങ്ങനെ തിരമാലകൾ ഇങ്ങനെ വന്നടിച്ചു പോകുന്നുണ്ട്. ഇവിടെ നിന്ന് ഇറങ്ങാൻ പറ്റിയ കടൽ ഭാഗമൊന്നുമല്ല, ഡീപ് സീയുടെ ഭാഗങ്ങളാണ്. ഈ കടലെന്ന് പറഞ്ഞാൽ ബേ ഓഫ് ബംഗാളാണ്, ബംഗാൾ ഉൾക്കടൽ. നമ്മൾ കന്യാകുമാരിയിൽ പോയി കാണുന്ന അതേ കടൽ തന്നെയാണ്. കാര്യം ഇത് കന്യാകുമാരി ഡിസ്ട്രിക്റ്റിൻ്റെ ഭാഗമാണ് ഈ വട്ടക്കോട്ട. അപ്പോൾ വട്ടക്കോട്ടയെക്കുറിച്ച് എനിക്ക് തോന്നുന്നു ഒരുപാട് ആൾക്കാർക്ക് അറിയില്ല, അല്ലെങ്കിൽ ഇതിൻ്റെ ഭംഗി ഇത്രത്തോളം ഉണ്ടെന്നൊരു പക്ഷേ നമുക്കറിയില്ലായിരുന്നു തോന്നുന്നു. ഞാൻ പോലും ഇവിടെ എത്തിയത് വളരെ വൈകിയാണ്. ആദ്യത്തെ യാത്രയിൽ കന്യാകുമാരിയിൽ പോയപ്പോൾ വട്ടക്കോട്ടയെ സന്ദർശിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ അതുകൊണ്ട് തന്നെയാണ് വീണ്ടും ഞാൻ ഇവിടേക്ക് വന്നിരിക്കുന്നത്. ഇവിടെ നിന്ന് നോക്കിയാൽ മറ്റൊരു കാഴ്ചയും കൂടെ കാണാം. ഏറ്റവും വിവാദമായിരിക്കുന്ന കൂടംകുളം പദ്ധതി. ആ ഭാഗത്ത് നോക്കുക, ആ വലിയ ബിൽഡിംഗ്, അത് കൂടംകുളം പദ്ധതിയുടെ ഭാഗമാണ്. അതും ഇതിൻ്റെ വളരെ അടുത്താണ്. ഈ റൂട്ടിലാണ് കൂടംകുളത്തേക്ക് പോകേണ്ടത്, ഈ റൂട്ടിലൂടെ സഞ്ചരിച്ചാൽ. അപ്പോൾ ഇത് കന്യാകുമാരി ഡിസ്ട്രിക്റ്റിൽ നാഗർകോവിലിൽ നിന്നും 18 കിലോമീറ്ററോളം കിഴക്കോട്ട് സഞ്ചരിച്ചാൽ നമുക്ക് വട്ടക്കോട്ടയിൽ എത്താൻ സാധിക്കും. അപ്പോൾ കൂടംകുളത്തേക്ക് പോകുന്ന റൂട്ടാണ്. കാറ്റ് നോക്കാം, കാറ്റ് എന്നെ പറത്തിക്കൊണ്ട് പോകുമ്പോൾ ഞാനൊരു പിന്നെല്ലാം കുത്തി വെച്ചിരിക്കുക. എൻ്റെ ഷോൾ അല്ലെങ്കിൽ എനിക്ക് നഷ്ടമാകും. എനിക്ക് സത്യത്തിൽ സാധാരണ ഈ കോട്ടകളുടെ ഭാഗത്തേക്കൊക്കെ പോയി കോട്ടയുടെ മുകളിലൂടെ നടക്കുന്നൊരു സ്വഭാവം എനിക്കുണ്ട്. എൻ്റെ മേളിൽ കൂടിയല്ല, ഇതധികം ഹൈറ്റ് ഇല്ലാത്ത കോട്ടയെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഫീൽ ഉള്ളതുകൊണ്ട് കുറച്ചുകൂടി നടക്കാനുള്ള ടെൻഡൻസി ഉണ്ട്. പക്ഷേ ഇവിടെ ആ റിസ്ക് ഞാൻ എടുക്കുന്നില്ല. കാര്യം ഇതിൻ്റെ മേളിലൂടെ നടന്നാൽ കാറ്റ് മിക്കവാറും എന്നെ പറത്തിക്കൊണ്ടുപോയി കടലിലേക്ക് വീഴും. അതുകൊണ്ട് അത് വേണ്ട. അതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് ഇരുന്ന് ആസ്വദിക്കാം കോട്ടയുടെ ദൃശ്യഭംഗി. എന്തൊരു സെറൈഡ് ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ആണെന്ന് പറയുമ്പോഴും, വളരെ പീസ്ഫുൾ ആണെന്ന് പറയുമ്പോഴും, ശരിക്കും പറഞ്ഞാൽ ഈ കാറ്റ് നമ്മളെ ഭയങ്കരമായിട്ട് അലോസരപ്പെടുത്തുന്നുണ്ടാകാം. എന്നാൽ അതിനൊരു സുഖമുണ്ട്. ഇവിടെ വന്നിരുന്ന് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈവനിങ്സ്, വൈകുന്നേരങ്ങളിൽ സൂര്യാസ്തമയം കാണാനായിട്ടുള്ള ആ ഒരു സമയത്ത് ഇവിടെ ഇരിക്കുകയാണെങ്കിൽ അതിമനോഹരമായിരിക്കും. കാറ്റിൻ്റെ ഒരു ഗതി എങ്ങനെ ആയിരിക്കുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ ശരിക്കും ഞാൻ നട്ടുച്ചയ്ക്കാണ് ഇവിടെ ഇരിക്കുന്നത്. ഭയങ്കരമായ വെയിലാണ്, എന്നാൽ പോലും ഞാനത് അറിയുന്നില്ല, അത്രയ്ക്ക് കാറ്റാണ്. പക്ഷേ ഈവനിങ് ആയിക്കഴിഞ്ഞാൽ ഒരു 4 മണിക്ക് ശേഷം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു 6:30 മണി വരെ ഇവിടെ സുഖമായിട്ടിരിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. സച്ച് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. ഒരു തിരക്കില്ല,
നമ്മളിപ്പോൾ കന്യാകുമാരിയിലേക്ക് പോയി, ഇതിന് വളരെ അടുത്ത് കിടക്കുന്ന സ്ഥലമാണ് കന്യാകുമാരി. കന്യാകുമാരിയിലെ ബീച്ചും മനോഹരമായ കാഴ്ചകളും. പക്ഷേ അതൊക്കെ ഭയങ്കര ക്രൗഡഡാണ്. അവിടെ പോയി ഇരിക്കുന്നതിനെക്കാട്ടിലും എത്ര രസകരമാണ് ഈ വട്ടക്കോട്ടയിൽ വന്നിരിക്കാൻ. ഒരു പക്ഷേ കലാകാരന്മാർക്ക് അല്ലെങ്കിൽ എഴുത്തുകാർക്ക് ഒക്കെ ഇവിടെ വന്നിരുന്നു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഭാവന ഉണരുന്നൊരു സ്ഥലവും കൂടിയാണെന്ന് തോന്നുന്നു. ഇവിടെ ഇരുന്ന് ഇങ്ങനെ എഴുതുക, കാഴ്ച കണ്ടിങ്ങനെ ഒരു ചിത്രകാരൻ ലാൻഡ്സ്കേപ്സ് ഒക്കെ വരയ്ക്കുന്നതാണ്. എന്തൊക്കെ ഭാവനകളുണ്ടാകാം അല്ലേ ഇവിടെ ഇരുന്നത്. പ്രചോദനം നൽകുന്നൊരു സ്ഥലം തന്നെയാണ്, മനസ്സിന് സന്തോഷവും കുളിർമയും നൽകുന്നൊരു സ്ഥലം. ബ്യൂട്ടിഫുൾ പ്ലേസ് വട്ടക്കോട്ടை. അപ്പോൾ ഇവിടെ നല്ല ഭംഗിയുള്ള വേപ്പ് മരങ്ങളുണ്ട്. അത്യാവശ്യം ഇത് ശരിക്കും പറഞ്ഞാൽ ഈ വേപ്പ് മരത്തിൻ്റെ മേളിലൊന്നും വലിഞ്ഞ് കയറാൻ പാടില്ല. ഇവർ ഫെൻസ് ചെയ്ത് വെച്ചിട്ടുണ്ട്, കയറുമുണ്ട്. പക്ഷേ ഇരിക്കാൻ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു മരമാണ്. അത്യാവശ്യം നമുക്ക് കയറുകയും ചെയ്യാം, കേട്ടല്ലേ? വലിയ പേടിക്കാണ്ട് കയറാൻ പറ്റും. നല്ല ഹൈറ്റ്. ഇവിടെ നിന്ന് നോക്കിയാലും നമുക്ക് കടൽ കാണാൻ സാധിക്കുന്നുണ്ട്. കോട്ടയെക്കാട്ടിൽ വലിയ പൊക്കമുള്ളൊരു മരമാണെന്ന് തോന്നുന്നു. എളുപ്പത്തിൽ മരം കയറാനും പറ്റുമല്ലോ. എന്തായാലും വേപ്പ് മരത്തിൻ്റെ മുകളിൽ നിന്നുള്ളൊരു ദൃശ്യമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ മുകളിൽ കയറി നിന്ന് കാണാം, വേണമെങ്കിൽ ഇരിക്കാം. മരം കയറ്റവും മരത്തേനുള്ള ഇരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കുട്ടിക്കാലത്താണ് ചെയ്യുന്നത്. പക്ഷേ ഏത് പ്രായത്തിലും അതാകാമെന്നാണ് ഇപ്പോൾ മനസ്സിലാവുന്നത്. സൗകര്യം കിട്ടിയാൽ മാത്രം മതി. അത് പറ്റിയൊരു മരം കിട്ടണം, നമുക്ക് കയറാൻ പറ്റണം, ഇരിക്കാനുള്ള സൗകര്യവും ഉണ്ടാകാം. എന്തൊരു നല്ല ആംബിയൻസ് ആണ്. ഇപ്പോൾ വായിക്കാനൊരു പുസ്തകം ഉണ്ടായിരുന്നെങ്കിൽ സുഖമായിട്ട് ഇവിടെ ഇരുന്ന് എത്ര നേരം വേണമെങ്കിലും വായിച്ചിരിക്കും. വട്ടക്കോട്ടയിൽ നിന്ന് ഇങ്ങനെ പറന്നാണ് താഴേക്ക് വരുന്നതെന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. കാര്യം അത്രയ്ക്ക് കാറ്റാണ്, ഭയങ്കര ഇൻട്രസ്റ്റിംഗ്. എത്ര നേരം വേണമെങ്കിലും നമുക്കിവിടെ സ്പെൻഡ് ചെയ്യാൻ സാധിക്കും. ഇരുന്നാൽ മതിയാകാത്തൊരു സ്ഥലമാണ് കാഴ്ചകൾ കണ്ട്. ഇങ്ങനെ കടൽ തീരത്ത് വെറുതെ ഇരിക്കുന്നതിനെക്കാട്ടിലും കടൽ ആസ്വദിക്കുന്നതാണ് ഏറ്റവും വലിയ ഭംഗിയെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. കേട്ടില്ലേ? അത് കഴിഞ്ഞ് താഴേക്ക് നമ്മൾ താഴത്തെ നെല്ലിയിലെത്തി. കോട്ടയുടെ നേരത്തെ നമ്മൾ കണ്ട ഭാഗങ്ങളാണ്. ലോണും നടുക്കുള്ള കുളവും ചുറ്റുമുള്ള കൽമണ്ഡപങ്ങളും ഒക്കെ. അപ്പോൾ വട്ടക്കോട്ടയുടെ വിശേഷങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞാൽ വളരെ രസകരമായൊരു സ്ഥലം. ഇനിയും കാഴ്ചകൾ ബാക്കി നമുക്ക് യാത്ര